ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിന്നിപ്പോൾ ഇവിടെ ഈ ഒരാഴ്ച മുമ്പേ ഇതേപോലെ ഒരു പിടിയ ചോറ് ഇങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരിച്ചിട്ട് നമ്മൾ അണുക്കളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്, പ്രാണി പുഴു എല്ലാം പോകാൻ വേണ്ടിയിട്ട് അടിക്കുന്നതാണ്. ഇതിപ്പം പ്രാണി ഇത് കണ്ടല്ലേ, ഈ പരിവായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പരിവായിട്ടുണ്ട് കണ്ടോ. ഇതാ ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഇളക്കി കുലുക്കി വെക്കണം കേട്ടോ. ഇതാ ഇതേപോലെ ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാൻ. കണ്ടില്ലേ, ഇത് അരിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ രണ്ട് പിടി ചോറാന്ന് ഇട്ടിട്ടില്ലേ, 2 പിടി ചോറാന്ന് ഇതിൻ്റെ അടിയിലിട്ടിട്ടില്ലേ. ചോറ് 2 പിടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അത് ഇളക്കി വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഈ പരുവത്തിൽ വരും. കണ്ടില്ലേ, ഈ പരുവത്തിൽ വരും. ഇത് ഇനിയിപ്പോൾ നമ്മളിത് അരിച്ചിട്ട് ഇതെന്നാ വേണ്ട വെച്ചാൽ ഇത് അരിച്ചിട്ട് ഇത് പുഴു മറ്റേ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പുഴു പ്രാണി ചായ് വണ്ടി എല്ലാം വെള്ളീച്ച എല്ലാം പോകും. ഇത് നല്ലോണം പൂവും കായ് അതും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ പൂവും കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ പണി എടുക്കുന്നത്. നല്ലോണം പൂത്തിട്ട് കായ് ഇടാനും കായ് വണ്ണം വെക്കാനും എല്ലാറ്റിനും നല്ലൊരു വളമാണ് ഇത്, നല്ലൊരു മരുന്നാണ് ഇത്. ഇപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൂക്കേടെല്ലാം പോവും. അത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ അടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുനിന്നാണ് കൂട്ടുന്നത് വെച്ചാൽ വേപ്പെണ്ണ. ഇത് കൂടാതെയുണ്ട് ഈ വെള്ളം കൂടാതെയുണ്ട്, ചോറ്റിൻ്റെ ഈ വെള്ളം കൂടാതെയുണ്ട് നമ്മൾ വേപ്പെണ്ണയും കൂടി ഇതിൻ്റെ കൂട്ടണം. വേപ്പെണ്ണ കണ്ടില്ലേ, ഇതാ ഇത് പൊടി കുടുങ്ങിയാൽ എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് അരിച്ച് പൂല. അതുകൊണ്ടാണ് ഇങ്ങനെ അരിക്കുന്നത്. ഇതിപ്പോൾ അരിച്ചിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കാം, അപ്പോൾ പാത്രത്തിൽ ഒഴിക്കാം. എന്നിട്ട് ഒരു 5 ml ഇതും കൂടി ഒഴിക്കുക. ഒരു 5 ml വേപ്പെണ്ണയും കൂടി അതിൻ്റെ ഒപ്പം ഒഴിക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. നല്ല അടിപൊളി പച്ചക്കറിയായിരിക്കും. എല്ലാ സൂക്കേടും പോകും. പ്രാണി ചായ് ഈ പയറിനെല്ലാം ഇപ്പം ചായ് വേണ്ടി വരുമല്ലോ, അതിനെല്ലാം കൂടി ഉള്ളൊരു വളമാണ്. ഇതിപ്പോൾ കണ്ട നേർങ്ങനെ ആക്കി വെച്ചിന്, അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിന്. ഒരു പിടി ചോറിന് ഒരു ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം കേട്ടോ നേർപ്പിച്ചിട്ടാണ് എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ നേർത്തിട്ടായിരിക്കും വെള്ളം. അധികം അതിൻ്റെ ചോറിൻ്റെ അതിൽ അലിഞ്ഞിട്ട് അതിൻ്റെ പശകളെല്ലാം മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചോറ് അതിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ പയ്യെ അത് എന്തെങ്കിലും ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒന്നും കൂടി ഇത് അരിച്ചിട്ട് ഇത് എടുത്ത് നിങ്ങൾ എടുക്കട്ടെ, അത് കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് അടിക്കാം. ഞാൻ അരിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് സമയമായി പോവും. ഇപ്പോൾ അടുത്ത് ഞാൻ അരിച്ചിട്ടത് എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വേണ്ടത്തിൽ ഒരു 5 ml ഇതും കൂടി എടുക്കുക. ഒരു 5 ml വേപ്പെണ്ണയും കൂടി എടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് 5 ml. ഒരു പിടി ചോറിട്ടാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 പിടി ചോറേ പോകും. ഒറ്റപ്പിടി ചോറിട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് എടുത്തിട്ട് അത് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെക്കണം. എന്നാലേ അത് അലിഞ്ഞ് വരുള്ളൂ. അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 1 പിടി ചോറ് 1 ലിറ്റർ വെള്ളത്തിലാക്കുക. ഇത് കണ്ട ഇതേപോലെ വെള്ളെണ്ണി വേപ്പെണ്ണി എടുക്കുക. അതിന് ശേഷം അതല്ലേ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ച് കൊടുക്കുക വേണ്ടത്. അതിന് ശേഷം ഇതെല്ലാം അടിച്ച് കൊടുക്കുക വേണ്ടത്. അത്രേ വേണ്ടൂ. ഇത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ വെള്ളീച്ച ചിത്രകൂടം പോലെ തന്നെ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ കഞ്ഞീൻ്റെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോകുന്നതാണ്. ഇതെല്ലാം ഇതിനെക്കൊണ്ട് പോകും. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇട്ട് വെച്ചത് നിങ്ങൾക്ക് കാണിക്കണ്ടേ. ഇതുപോലെ ഈ ചോറ് ഇതിപ്പം 1 പിടിയല്ല, ഇത് ഞാൻ 2-3 പിടി. എനിക്ക് കുറച്ചും കൂടി വേണം, അതുകൊണ്ട് ഇങ്ങനെ 2 പിടി 3 പിടിയായി. ഇതിപ്പോൾ 3 ലിറ്റർ വെള്ളത്തിലേക്ക് മതി. ഇതേപോലെ 3 പിടി എടുത്താൽ 3 ലിറ്റർ വെള്ളത്തിലേക്ക് മതി.
ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടല്ലേ, ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. ഇതാ ഇതേപോലെ ഇതിൽ നിറച്ച് വിട്ടിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിന്. അല്ല ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് എന്നാൽ ഞാൻ ഇതിൽ പഴത്തോല് ഇട്ടിട്ടില്ല, ഞാൻ ഇതിൽ കുറച്ച് പഴത്തിൻ്റെ തോലുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കുന്നുണ്ട്, അരിഞ്ഞിടുന്നുണ്ട്. എന്നാൽ ഇത് അമീൻ ഇതിൻ്റെ പേര് ഒരു കഷ്ണം വെല്ലവും കൂടി ഇടണം. വെല്ലം, ഒരു കഷ്ണം വെല്ലം, ഇതിൻ്റെ പേര് ഒരു കഷ്ണം വെല്ലവും കൂടി ഇടണം. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പേരും ഒരു കഷ്ണം വെല്ലവും കൂടി ഇട്ടിട്ട് അട വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഇതാക്കേണ്ടത്. ആ ഒരു കഷ്ണം വെല്ലം എന്നിട്ട് ഇട്ട് വെക്കണം. ഇനി ഇതിൻ്റെ പേര് ഒരു കഷ്ണം വെല്ലം ഇട്ട്, വെല്ലിങ് എടുത്തിട്ടില്ല, വെല്ലം പിന്നെ കൊണ്ടുവന്ന് നെയ്യ് ഇടാൻ വെച്ചിട്ടാണ്. പഴത്തിൻ്റെ തോല എടുത്തില്ല, അത് മറന്നുപോയി ഞാൻ. ഒരു കഷ്ണം വെല്ലവും കൂടി ഇടണം. ഇട്ട് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ എന്താ വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ തോലെല്ലാം അഞ്ഞ് ഇതിൻ്റെ എല്ലാ സത്തും ഇങ്ങോട്ട് നമുക്ക് വരും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇട്ടിട്ട് ഇവിടെ മൂടി അവിടെ വെക്കുക. ഇപ്പോൾ ഇളക്കി കൊടുക്കണം, ദിവസവും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നല്ല യോജിക്കും. വെല്ലവും കൂടി ഇടണം. ഇതിപ്പുറം ഒരാണി വെല്ലവും കൂടി ഇട്ടിട്ട് ഇവിടെ അടച്ചട വെക്കുക. ഇത് നല്ലൊരു മരുന്നാണ്, വളവും മരുന്ന്, നല്ല പൂക്കാനും കായ്ക്കാനും ഈ പിന്നെ രോഗത്തിനും എല്ലാം നല്ലതാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കിയിട്ടുള്ളത്. ഞാനിത് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് അടിച്ചിട്ട് കാണിച്ചു തരാം. 1 ലിറ്റർ വെള്ളത്തിന് ഒരു പൊടി ചോറ്. അതിപ്പോൾ 3 ലിറ്റർ വെള്ളത്തിനേക്കുള്ളതാണ്. അതിപ്പോൾ അത് അമിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ തോന്നിച്ചാൽ 3 ലിറ്റർ വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുക. ഒരു പൊടി ചോറ്, ഒരാണി വെല്ലം, ഇതും കൂടി ഇട്ട് പിന്നെ ഒരു 5 മില്ലി വേപ്പെണ്ണി ഇതും കൂടി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി പിന്നെ ഈ പ്രാണി ഈച്ചി എല്ലാം വരുന്നത് പോവും. അപ്പോൾ ഇത് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ആ കാണിച്ചു തന്നാൽ ശരിക്കും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പിന്നെ അത് ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്ന അളവും കാര്യങ്ങളും എല്ലാം. സുമാർ മതി, ഞാനിപ്പോൾ സുമാർ എടുക്കുക. പക്ഷേങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ അന്നേരം എങ്ങനെയാണെന്ന്. കുറച്ച് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടില്ലേ, ഇതാ ഇതേപോലെ അടിക്കുക. വേണ്ടല്ലോ ഇത്. ഈ പയറിന് ഞാനിപ്പോൾ പയറിന് ആദ്യം അടിക്കുന്നു. ഈ പയറിന് ഇതിലേക്ക് അടിച്ചു കൊടുക്കും. ഈ പയറിങ്ങനെ ആയതാ. ഇനിയിപ്പം പൂത്ത് വരും കേട്ടാ. ഇതിൻ്റെ അടിയെ ചപ്പെല്ലാം ഞാൻ വാടിപ്പോയിട്ട് ഞാൻ എല്ലാം പറിച്ച് കളഞ്ഞിന്. പിന്നെ ഒരു സൈസ് വെണ്ണീര് പാറിയ പോലെ വന്നിട്ട് എല്ലാം അടിച്ച് കളഞ്ഞിന്. ഇതിന് ശേഷം പൂക്കുന്നുണ്ട്. ഇത് ആദ്യം ഉണ്ടായതാണ്, ആദ്യത്തേതാണ്, ആദ്യം നട്ടതാണ്. അത് പയര് പറിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത് ഇനി ഉണ്ടാവാനാണ് ഈ പണിയെടുക്കുന്നത്. ഇനി ഇതിലിപ്പം സ്ലറി ഉണ്ട് ഒഴിച്ചു കൊടുക്കാൻ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇല്ലേ, ഇതെല്ലാത്തിനും അടിച്ചു കൊടുക്കാം. ഈ മാത്രമൊന്നല്ല, എല്ലാത്തിനും അടിച്ചു കൊടുക്കാം. എല്ലാത്തിനും അടിച്ചു കൊടുക്കാം. ഇത് ഒന്നിനും മാത്രമല്ല. ഇതിപ്പോൾ ഞാൻ ഒന്നിനെ ആക്കിയിട്ടുള്ളൂ, പിന്നെ ഏനും ഒന്നിനെ ആക്കാനേ ആക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അടിച്ചു കൊടുക്കാം. പയറിനായാലും മുളകിനായാലും ആ വെള്ളീച്ച പോലെ തന്നെ ഒന്നും ഉണ്ടാവില്ല ഇത്. പിന്നെ ഒരു ചിത്രകൂടം പോലത്തെ വരാനുണ്ട്. ഇതാ കാണുന്നില്ലേ, ഇത് കണ്ട ചിത്രകൂടം, ഇതാണ് ചിത്രകൂടം. കണ്ടില്ലേ, ഇതെന്ന് വെച്ചാൽ ഈ ചപ്പിൽ വരുന്ന ഈ വരയാണ് ചിത്രകൂടം. കണ്ടാ, ഇതാണ് ചിത്രകൂടം. ഇതിൻ്റെ ഉള്ളിലാണ് പുഴു ഉണ്ടാവുക. അത് നമുക്ക് കാണൂല. ഇതിൻ്റെ ഉള്ളൂട്ടേ കൂടി അങ്ങ് തുരന്നങ്ങ് പോയിട്ട് അതാ ഇതിന് കേട് വരുന്നത്. കേട്ടാ, പാമ്പിനെ പോലെ. ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും അതിൽ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിന് ഹൈപ്പ് അടിക്കുക. എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് തന്നെ സപ്പോർട്ടാക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വീഡിയോസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഗുഡ് ബൈ. നാളെ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.